ഖത്തറിന്റെ എണ്ണ ടാങ്കുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ വർഷം കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഖത്തറിന്റെ സമുദ്ര അതിർത്തിയിൽ ഖത്തർ എനർജി വാടകയ്ക്കെടുത്ത എണ്ണ ടാങ്കിലാണ് ഈ ഒരു മിസൈൽ പതിച്ചതും ഇറാൻ ഇത് തൊടുത്തുവിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ തൊടുത്തുവിട്ട മൂന്നാമത്തെ മിസൈലാണ് ഈ ടാങ്കറിൽ പതിച്ചതും. ഇതിനു മുൻപേ തന്നെ ഖത്തറിന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനും അവിടെ തകർക്കാനും ഇറാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനൊടുവിലായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തറിന്റെ നേരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഏകദേശം 3 മിസൈലുകൾ ഇറാൻ ഖത്തറിന്റെ നേരെ തൊടുത്തുവിടുകയും അതിൽ 2 വിജയകരമായി തന്നെ വെടിവെച്ചിടാൻ സേനയ്ക്ക് സാധിച്ചു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ആണ് ആ ഒരു മിസൈൽ ആക്രമണം അവിടെ കൃത്യസ്ഥലത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് 3 ക്രൂയിസ് മിസൈൽ ഖത്തറിന് നേർക്ക് എത്തിയതിന് ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുകയാണ്. 3 ക്രൂയിസ് മിസൈലുകളിൽ 2 ഖത്തർ സായുധ സേന വിജയകരമായി തന്നെ വെടിവെച്ചിട്ടു. മൂന്നാമത്തെ മിസൈൽ ഖത്തറിന്റെ സമുദ്ര അതിർത്തിയിൽ ഖത്തർ എനർജി വാടകയ്ക്കെടുത്ത എണ്ണ ടാങ്കിലാണ് പതിച്ചത്. ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ അധികൃതർ അവിടെ കപ്പലിൽ ഉണ്ടായിരുന്ന 21 ക്രൂ അംഗങ്ങളെയും സുരക്ഷിതമായി തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഖത്തർ വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ അവിടെ ശക്തമായ രീതിയിൽ ആ ഒരു സുരക്ഷാ മുൻകരുതൽ അത് ശക്തമാക്കിയിരിക്കുകയാണ് എന്നും ഖത്തർ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ കുവൈറ്റിലടക്കം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുവൈറ്റ് ഏവിയേഷൻ ഫ്ലൂവിംഗ് കമ്പനി പ്രവർത്തിക്കുന്ന ഇന്ധന ടാങ്കുകളെയാണ് ആക്രമണം ലക്ഷ്യം നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതോടുകൂടി വലിയ തീപിടുത്തം ഉണ്ടാവുകയും ടാങ്കുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അടിയന്തര സംഘങ്ങൾ ഉടൻ സ്ഥലത്തെത്തി സാഹചര്യം നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആളപായം ഒന്നും തന്നെ ഇതുവരെയും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വസ്തുനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുബായ് തീരത്ത് കുവൈറ്റിന്റെ ഓയിൽ ടാങ്ക് ആക്രമിച്ചിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന 27 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നതും ആക്രമിക്കപ്പെട്ടത് കുവൈറ്റിന്റെ കൂറ്റൻ ടാങ്ക് ആണ് എന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ക്രൂഡ് ഓയിൽ കൊണ്ടുള്ള കപ്പലിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.